നമസ്കാരം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് എംഎൽഎമാർ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്ന് രൂപപ്പെട്ട ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു നയിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഏത് നിമിഷവും താഴെ വീണേക്കാം എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം ബി.ജെ.പിയും സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. രാജ്ഭവനിൽ എത്തി ഗവർണർ ശിവപ്രതാപ് ശുക്ലയെ കണ്ട ബി.ജെ.പി. എംഎൽഎമാർ ബജറ്റിൽ വോട്ടെടുപ്പ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. മുതിർന്ന ബി.ജെ.പി. നേതാവും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ജയറാം താക്കൂർ രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സുഖ്വീന്ദർ സുഖുവിന് ഭരിക്കാനുള്ള ജനവിധി നഷ്ടപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് ബി.ജെ.പി. വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിച്ചതോടെ കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു എന്ന് ജയറാം താക്കൂർ വ്യക്തമാക്കി. നേരത്തെ സർക്കാരിനെ പിന്തുണച്ചിരുന്ന 6 കോൺഗ്രസ് എംഎൽഎമാരുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണയോടെയാണ് ഹിമാചൽ പ്രദേശിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ വിജയം നിർണയിച്ചത്. അതേസമയം ഹിമാചലിൽ സർക്കാരിന് നിലനിർത്താൻ കോൺഗ്രസും തീവ്ര ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഹോട്ടൽ സിസിലിൽ എത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാജീവ് ശുക്ല, ഭൂപേഷ് ബാഗേൽ, ഡി.കെ. ശിവകുമാർ എന്നിവരെ പ്രശ്നപരിഹാരത്തിനായി എ.ഐ.സി.സി. നിയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ മാറ്റണം എന്നാണ് അസംതൃപ്തരായ എംഎൽഎമാരുടെ ആവശ്യം എന്നാണ് വിവരം. ക്രോസ് വോട്ടിംഗ് നടത്തിയ 6 എംഎൽഎമാരുമായി സംസാരിക്കാൻ മുതിർന്ന നേതാക്കളായ ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ഡി.കെ. ശിവകുമാറിനെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നിയോഗിച്ചു. മുൻ ഹരിയാന മുഖ്യമന്ത്രി ഹൂഡയും കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാറും ഉടനെ ഷിംലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിനു ശേഷം 6 എംഎൽഎമാർ ചൊവ്വാഴ്ച ഷിംലയിൽ നിന്ന് ഹരിയാനയിലേക്ക് പോയിരുന്നു. ഇവർ ബി.ജെ.പിയുമായി സമ്പർക്കത്തിലാണെന്നാണ് വിവരം. ചില എംഎൽഎമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രിയുടെ പേര് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. എംഎൽഎമാർ ഹൈക്കമാൻഡിന് മുമ്പാകെ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതായി ചില വൃത്തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ ഞെട്ടിക്കുന്ന തോൽവി പ്രതിപക്ഷ ഗ്രൂപ്പിന് തന്നെ വലിയ ആഘാതമായിരുന്നു. 68 അംഗ ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസിന് 40 എംഎൽഎമാരും ബി.ജെ.പിക്ക് 25 എംഎൽഎമാരുമാണുള്ളത്. ബാക്കിയുള്ള 3 സീറ്റുകൾ സ്വതന്ത്രർക്കാണ്. ഭൂരിപക്ഷത്തിന് 35 പേർ വേണമെന്നിരിക്കെ കൂറുമാറി വോട്ട് ചെയ്ത 6 പേർ മാറിയാൽ മന്ത്രിസഭ വീഴും. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ രക്ഷിച്ച പാരമ്പര്യമുള്ള നേതാവെന്ന നിലയിൽ ഹിമാചലിലും ഡി.കെ. മാജിക് ആവർത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.